ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പോരാട്ടത്തിന് ചൂടേറുന്നു. 3 പ്രധാന മുന്നണികളും മത്സരിക്കുന്ന മണ്ഡലത്തിൽ മുൻ MLA PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നേരത്തെ UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കുകയാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് കളം ഒരുങ്ങിയിട്ടുള്ളത്. UDFും LDFും NDAയും കൂടാതെ മുൻ MLA PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് വരുന്നു. ശക്തമായ ചതുഷ്കോണ പോരാട്ടം. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. തീർച്ചയായും വിനോദ്, ശക്തമായൊരു പോരാട്ടം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് നിലമ്പൂരിൽ 3 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, അതായത് PV അൻവർ അടക്കം ഇന്ന് മറ്റ് 2 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അതോടൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ്, അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. NDAയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഏകദേശം 1:30-ക്കാണ്. അതിന് തൊട്ട് മുൻപായി ജ്യോതിപ്പടിയിൽ നിന്നും വാദ്യഘോഷമേളത്തോടെ പ്രകടനമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. NDAയുടെ മറ്റ് പ്രധാന ഘടകകക്ഷികളെല്ലാം തന്നെ, അവരുടെ നേതാക്കളെല്ലാം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ ഉണ്ട്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിൽ ഉണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നതിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, മാറി മാറി വന്ന MLAമാർ കൃത്യമായി ഒരു പദ്ധതികളും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ചിന്താഗതിയും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി രാജിവെച്ചു. അതിന് തൊട്ട് പിന്നാലെ വീണ്ടും മറ്റൊരു ലോക്സഭാ ബൈ ഇലക്ഷന് നിലമ്പൂർ കളമൊരുങ്ങി. പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. അതിനുശേഷം MLA സ്ഥാനത്ത് നിന്നും PV അൻവർ രാജിവെച്ചു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ തുടർച്ചയായുള്ള തിരഞ്ഞെടുപ്പുകൾ വന്നതോടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വലിയൊരു എതിർപ്പും ഇടത് വലത് മുന്നണികൾക്കെതിരെ മണ്ഡലത്തിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി ഉണ്ടാകുന്നത് മാത്രമല്ല, കൃത്യമായ ഒരു പദ്ധതികളും ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തതിൽ വലിയൊരു പ്രതിഷേധവും രോഷവും ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൂടുതലായുള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. നിരവധി വനവാസികൾ കൂടി തിങ്ങി പാർക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ആ വന്യമൃഗശല്യം തടയാനുള്ള ഒരു നടപടിയും ഇവിടെ മറ്റ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ മറ്റ് വനം വകുപ്പോ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന MLAയോ ഒന്നും തന്നെ അത് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയോരവാസികൾ വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് NDA അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി പ്രചാരണം നയിക്കുന്നത്. നിലവിൽ NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൃത്യമായി തന്നെ കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി മലയോര മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്കും അവരുടെ ക്ഷേമങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ നന്നായി അറിയാവുന്ന, അത്തരക്കാരുമായി കൃത്യമായി ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനവും ജനപിന്തുണയും ഈ മണ്ഡലത്തിൽ ഉണ്ട്. അത് മുതലാക്കാനുള്ള, അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ ഉപയോഗപ്പെടും എന്ന് ഉള്ള ഒരു ധാരണ BJPക്കും ഉണ്ട്. കൃത്യമായി വികസനം അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് NDA ഇവിടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും അല്പം സമയം മുൻപ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വിനോദ്.